ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴാണെന്ന് തോന്നുന്നു ഏതാ മൈക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുന്നേ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഏത് മൈക്കിനെ പറ്റിയിട്ടാണോ പറയാൻ പോകുന്നത് ആ ഒരു മൈക്കിൽ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിലാൻഡ് ബ്രാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര ക്വാളിറ്റിയാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത്. ആമസോണിലായിരുന്നു വാങ്ങിച്ചത്. ഞാനൊരു ഓഫർ പ്രൈസ് അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു. കാരണം ആമസോണിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് വരും. ഹോളിലാൻഡ് നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് മൊബൈലിൽ യൂസ് ചെയ്യുന്ന മൈക്ക് മാത്രമാണ്. അല്ലാതെ ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്നത് ഇങ്ങനത്തേതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചത്. സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസിനെ പറ്റി അറിയാനാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൊത്തത്തിൽ വാങ്ങിച്ചപ്പോൾ ഒരു 10K അടുത്ത് വരും. അത്രയും വരില്ലെങ്കിലും ഒരു 9K സംതിങ് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ മറ്റേ ആമസോൺ പേ ഉണ്ട്, അതുവഴി 3 മാസത്തെ EMI ഇട്ടിട്ട് അപ്പോൾ ഒരു മാസം 3 സംതിങ് വരും. അങ്ങനെ EMI ഇട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 3 മാസം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ലോങ് ആകുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് വരും, കുറച്ചുകൂടി കൂടും ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനെ വാങ്ങിച്ചാലും ഒരു നല്ല ബെറ്റർ ഒരെണ്ണമായിരിക്കണം. ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ ക്രിയേഷനിലേക്ക് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്ക് വേണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ ഈ ടെക്നിക്കലി ഭയങ്കര നോളജ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ സജഷൻസ് ചോദിച്ചിട്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കാം. കാരണം ബാക്ക് ക്യാമിൽ എടുക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് സ്റ്റോറേജ് സ്പേസ് പോയിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ കിടന്ന് സംസാരിക്കുന്നു, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. നിങ്ങൾക്ക് മാറ്റർ കിട്ടിയാൽ പോരെ. ഫ്രണ്ട്സ് ആയിട്ടുള്ള നല്ല ടെക്നിക്കലി നോളജ് ഉള്ള ആൾക്കാരുടെ സജഷൻസ് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. എനിക്ക് ഇന്നേ വരെ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല കേട്ടോ. ഇത്രയും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഫസ്റ്റത്തെ ഈ പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാൻ ബോയയുടെ ഒരു വീട്ടിലെ അച്ഛൻ്റെ ഒരു മൈക്ക് എനിക്ക് തന്നായിരുന്നു, ഒരു ബോയയുടെ മൈക്ക്. അപ്പോൾ ആ ബോയയുടെ മൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് വലിയൊരു ലോങ് വയറുണ്ടായിരുന്നു. നല്ല നീളം, നല്ല ലെങ്ത് ഉണ്ട്, നല്ല സംഭവമൊക്കെ നല്ല. പക്ഷെ ഞാൻ ഈ കട്ടിലയിലിരുന്ന ഈ വീഡിയോ ചെയ്യുന്നത്, കട്ടിലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ഭിത്തിയോട് ചേർന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കട്ടിലിന് താഴെ നിലത്താണ് ഞാൻ ഈ റിംഗ് ലൈറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ റിംഗ് ലൈറ്റിൽ ഇരിക്കുന്ന ഫോണിൽ നിന്ന് ഞാൻ ഈ വയറ് വലിച്ചിട്ടാണ് എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്. നമുക്കിത് നമ്മളെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വീഡിയോ ഓണാക്കും, പിന്നെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം, പോസ് ചെയ്യുക, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ സൈസ് തന്നെ കൂടിപ്പോവും. നമുക്ക് എഡിറ്റ് ചെയ്യാനും ഈ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ ആ കട്ടിൽ നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഈ വള്ളി എല്ലാം കൂടെ ഒരു മെസ്സ് പരിപാടിയാണ്. അതേസമയം ഇതിന് വള്ളിയില്ല, ഒന്നുമില്ല, കണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് സംസാരിക്കാം. ഇത് പിന്നെ ഇവിടെ കുത്തി വെക്കാം. പക്ഷെ കുത്തി വെച്ച് കഴിഞ്ഞാലുള്ള അത്രയും സൗണ്ടിനേക്കാളും കുറച്ചും കൂടെ സൗണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടും, ഇത്രയും ഒരു ഡിസ്റ്റൻസ് വെക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അത്ര ഒരു കംഫർട്ടല്ല. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ പെയർ ഓഫ് മൈക്കാണ് വരുന്നത്. ഇത് കൂടാതെ ഒരു എക്സ്ട്രാ ഒരു മൈക്കും കൂടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ ഈ ഒരു ബുഷ് പോലത്തെ സാധനം, ഈ ഒരു പഞ്ഞി പോലത്തെ സാധനം ഇല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്ക് ഇരിക്കുന്നത്. ഇതുപോലെ ഒരു പെയറും കൂടെ ഉണ്ട്. അത് ആ ബോക്സിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബോക്സ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ആ ബോക്സ് വന്നിട്ട്. ഇത് ചാർജബിൾ ആണ്. നമുക്ക് ഈ ഒരു കേസ് എപ്പോഴും ചാർജ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. 3 സംഭവങ്ങളാണ് വരുന്നത്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കേസ് ചാർജ് ചെയ്യേണ്ടി വരുള്ളൂ, അത്ര നിൽക്കും. അതുപോലെ തന്നെ ഈ കേസ് ഫുൾ ചാർജിലാണോ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ 4 ലൈറ്റ് ഉണ്ട്. ആ 4 ലൈറ്റ് ഇങ്ങനെ ഇതിപ്പോൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ലൈറ്റിൽ 4 ലൈറ്റ് ഇപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ 2 ലൈറ്റേ കത്തുന്നുള്ളൂ. അപ്പോൾ ഇനി ആ ഒരു ഒറ്റ ലൈറ്റ് കൂടെ കിടുമ്പോൾ ഒറ്റക്കെട്ടയൊക്കെ ആയിട്ട് നിൽക്കത്തില്ല, അപ്പോഴത്തേക്കും കൊണ്ട് കുത്തിയിട്ടോ. അതാണ് ഇതിൻ്റെ സംഭവം വന്നിട്ട്. ഇനി നമുക്കിതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് വരുന്നത്. റിസീവർ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, കാരണം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ മൈക്കിൽ കൂടെ ആയതുകൊണ്ട് റിസീവർ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചേക്കാം. റിസീവർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇതും അതിലൊരു USB കണക്ടറും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനും USB ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ സീനില്ല. 2 ഭയങ്കര ക്യൂട്ടായിട്ടുള്ള 2 മൈക്കാണ്. ഞാൻ അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കാം. സ്റ്റിക്കർ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവർ തന്നെ ഒരു ചെറിയൊരു ഇതിൽ കുറേ സ്റ്റിക്കർ നമുക്ക് തരും. നമുക്ക് ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഈ ഒരു മൈക്ക് ഇതിൽ നിന്ന് എടുക്കുമ്പോഴേ കണ്ടോ, ഇതിൽ ബ്ലൂ ലൈറ്റ് ആയിരിക്കും കത്തുന്നത്. ബ്ലൂ ഉണ്ട്, ഇതിൽ 2 ലൈറ്റാണ് വരുന്നത്. ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇപ്പോൾ
ഓട്ടോമാറ്റിക്കലി ഞാൻ ഇത് 2 മൈക്കും മാറി മാറി യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്ത സമയത്ത് മാറി മാറി യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി ഞാൻ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു കണക്ടറിലേക്ക് പെയർഡ് ആവും. ആ ഒരു റിസീവർ കുത്തി നമ്മൾ ഈ മൈക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ നീല ലൈറ്റാണ് കത്തുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ നീല ലൈറ്റ് കത്തുമ്പോൾ നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അതിൻ്റെ അകത്ത് നോയ്സ് ഉണ്ടാവും, നല്ലപോലെ നോയ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ കണക്ടർ ഉണ്ടല്ലോ, ആ കണക്ടറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇതിലും ക്ലിക്ക് ചെയ്താൽ പറ്റും, ഞാൻ അതിലാണ് ചെയ്യാറ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ചയാവും, ഈ നീല എന്നുള്ളത് പച്ചയാവും. 2 ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, കാരണം 2 മൈക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഓരോന്ന് കുത്തുമ്പം ഓരോന്നിൻ്റെ ലൈറ്റാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അത് പെയർഡ് ആവും. അപ്പോൾ ഈ പെയർഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന വോയിസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ വരും. ആ ഒരു ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോയിസ് ക്യാൻസലേഷനാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അൺവാണ്ടഡ് നോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ അൺവാണ്ടഡ് നോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ വോയിസ് ക്ലിയർ ആയിട്ട് കേൾപ്പിച്ചു തരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഞാനിപ്പം ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ നോയിസ് ഒക്കെ ഉണ്ടാവും, എനിക്ക് ഔട്ട്പുട്ട് എനിക്കറിയില്ല, നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ഇനിയിപ്പോൾ ഞാനിത് ഡബിൾ ക്ലിക്ക് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി, ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്? അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഒരു അറിവിൻ്റെ പരിധി വെച്ചിട്ടും പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഒത്തിരി ക്രിയേറ്റേഴ്സിൻ്റെ ഇവിടെ ഒരു ബട്ടൺ പോലത്തെ ഒരു മൈക്ക് കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചത്, അത് ഈ സെയിം സാധനമാണ്. പിന്നെ ഓരോരുത്തരുടെ അവരുടെ ഒരു കൽപ്പിനനുസരിച്ച് അവർ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാമറയുടെ മൈക്ക് വാങ്ങിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈക്കിൻ്റെ പുറകിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത്. എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ അത് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 മൈക്കിനും ഓരോ മാഗ്നറ്റ് വെച്ച് അവർ തന്നിട്ടുണ്ട്. അത് കൂടാതെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ 2 മൈക്ക് ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ സാധനം 2 എണ്ണം ഉണ്ട്, ഈ ഒരു കുഷൻ പോലത്തെ. ഇപ്പം നല്ല വോളിയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ കോളറിൽ മൈക്ക് കണക്ട് ചെയ്യാം. ഇത് കൂടാതെ അവരൊരു നെക്ലൈസ് സിലിക്കൺ കേസ് മാഗ്നറ്റും കൂടെ അവർ തന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു ബോക്സ് നിങ്ങൾ അൺബോക്സിങ്ങിന്റെ സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഇതുപോലൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിലാണ് ഈ സർവത്ര സാധനങ്ങൾ ഇരിക്കുന്നത്. ഇവരുടെ ഈ ഒരു കേസ് ഉണ്ട്, നമുക്കിങ്ങനെ കെട്ടാൻ പറ്റുന്നത്. ആ ഒരു കേസിലാണ് ഞാൻ ഈ സാധനങ്ങൾ എൻ്റെ മൈക്കൊക്കെ ഇടുന്നത്. കാരണം ആവശ്യം കഴിഞ്ഞിട്ട് ഈ ഒരു പെട്ടിക്കകത്തൊക്കെ ഇടുന്നത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്. വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പം ആ ഒരു പൗച്ചാണ് കൊണ്ടുപോകുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മൈക്ക് നമ്മുടെ കഴുത്തിൽ സേഫ് ആയിട്ട് കിടക്കുമല്ലോ. പിന്നെ ഇതിൽ കണ്ടത് ഇതിനകത്ത് മാഗ്നറ്റ്, മാഗ്നറ്റാ. ഇതിൽ മൈക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട കാര്യമില്ല. മൈക്കിന്റെ ബാക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് നടക്കാം. പിന്നെ ഇതല്ലാതെ വേറെ ക്ലിപ്പ് തന്നിട്ടുണ്ട്. ഇതെല്ലാം മാഗ്നറ്റിക് സാധനങ്ങളാണ്. ഇതുണ്ടോ, ഇപ്പം പുറകിലൊരു മാഗ്നറ്റ് കാണിച്ചില്ലേ, ഇത് വെച്ചോണ്ടും ചെയ്യാം, അത് വെക്കാണ്ടും ചെയ്യാം. ഇതിന്റെ പുറകിലൊരു കണ്ടത് ഇതുപോലെ ഒരു ക്ലിപ്പ്, ഇതുപോലെ 2 ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കാം, എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഈ മൈക്ക് എടുത്ത് വെക്കാം. സുനാപ്പി സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ തരുന്നുണ്ട്. അത് രണ്ടുമാണ് ഇതിലത്തെ മെയിൻ പാർട്സ്. ആ യൂസർ മാനുവലിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ മാല പോലത്തെ ഈ ചെയിൻ ഉണ്ടല്ലോ, നെക്ലൈസ്, അത് യൂസ് ചെയ്യുന്നത് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ഭയങ്കര കാറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കഴുത്തേൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റൊക്കെ മാക്സിമം നോയ്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടും എന്നാണ് അവര് ഇത് പറയുന്നത്. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, നെക്ലൈസ് ഇതുവരെ നോക്കിയിട്ടില്ല. നമ്മൾ അങ്ങനെ അങ്ങും പുറത്തെങ്ങും പോകാറില്ലല്ലോ. എപ്പോഴെങ്കിലും പോകേണ്ട ആവശ്യം വരുവാണ്, ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഞാനിത് പറയാം, ഓർക്കുവാണെങ്കിൽ. പിന്നെ ഈ കണക്ട് ചെയ്തേക്കുന്ന സംഭവത്തിന്റെ സൈഡിലായിട്ട് ഒരു പോർട്ട് ഉണ്ട്. അതിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. യൂസർ മാനുവലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഇതിനൊരു ആപ്പ് ഉണ്ട്. ഈ ഹോളി ലാൻഡിന് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് സെവോമി, ഹ്യുവൽ, ആപ്പിൾ ആപ്പ് സ്റ്റോർ ഇതിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ അവർ മെൻഷൻ ചെയ്തേക്കുന്ന കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അവർ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ യൂസർ മാനുവലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയാം, ഞാൻ ഓൾറെഡി ഒരു മൈക്ക് യൂസ് ചെയ്ത ആളെന്നുള്ള നിലയിൽ ഈ മൈക്ക് എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നത്. ഇത് ചാർജ് ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ കേസ് ചാർജ് ചെയ്താൽ മതി. കേസിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ മൈക്കിൻ്റെ ആവശ്യം കഴിയുമ്പോൾ വെക്കുമ്പോഴത്തേക്കും മൈക്ക് ഓൾറെഡി അതിൻ്റെ അകത്ത് ഇരുന്ന് അങ്ങ് ചാർജ് ആയിക്കോളും. അങ്ങനത്തെ കേസാണത്. കേസ് എപ്പോഴും ലോ ചാർജിൽ പോവാതെ ഫുൾ ചാർജിൽ ആക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക്, എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ എൻ്റെ വീഡിയോയ്ക്ക് സൗണ്ട്, ഇപ്പോഴും ചില വീഡിയോസിലൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, എന്നാൽ പോലും എൻ്റെ വീഡിയോസിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഇതിന് സൗണ്ട് ഇല്ല, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ആണ് എന്നൊക്കെ. ഒരു പരിധിക്കപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ഈ ചീവിടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും ഒരു മാക്സിമം കട്ടൊക്കെ ചെയ്ത് തരും പുള്ളിക്കാരൻ. എന്നാലും ഇപ്പം നോർമൽ ഒരു എൻവയോൺമെൻറ്റിൽ നല്ലൊരു, ഇപ്പം എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട്, ആ സ്പോട്ടിലാണ് ഞാൻ പോയി വീഡിയോ എടുക്കുന്നത്
കൊടുക്കുന്നത്. എനിക്ക് ഈ സാധനമാണ് കണ്ടല്ലോ നല്ല. നിങ്ങൾ എൻ്റെ മറ്റേ ഐ മേക്കപ്പ് വീഡിയോസിനൊക്കെ വോയിസ് ഓവർ കാണാമല്ലോ, ഭയങ്കര സൗണ്ടാണ് എൻ്റെ മുറിയിലുള്ള ഫാനിന്. അപ്പോൾ അത് ഓഫ് ആക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഭ്രാന്ത് ഇളകും എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സൈഡിലാണ് സിസ്റ്റം ഇരിക്കുന്നത്. സിസ്റ്റത്തിലാണ് ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫാൻ ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഫാനിൻ്റെ അത്രയും സൗണ്ട് കേൾക്കാറില്ലല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എഡിറ്റിങ്ങിൽ കുറച്ച് നോയ്സ് അങ്ങനെ വരാറില്ല, എന്നാലും ഒന്ന് കട്ട് ചെയ്യും. പക്ഷെ എനിക്ക് കിട്ടുന്ന ആ ഫാനിൻ്റെ അകത്ത് വെച്ച് ഇവിടെ ഈ മൂലയ്ക്ക് വെച്ചിട്ട് എടുക്കുന്ന ആ ഒരു ഓഡിയോ എനിക്ക് അത്രയും ഇതായിട്ട് കിട്ടും. അത് ഇതിൻ്റെ മാത്രം കഴിയുക. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും എനിക്കൊരു ലോങ് ടൈം യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചാൽ എനിക്ക് ഒരു നഷ്ടവും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ചാനൽ വലിയൊരു സെറ്റപ്പ് ഒന്നും ആവാത്ത സമയത്ത് എനിക്ക് ജോലിയുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ആ ജോലിയുടെ ഇതിലാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്നും ആയിട്ടില്ല. ഇപ്പം മോണിറ്റൈസ്ഡ് 2 പ്രാവശ്യം എനിക്ക് പേയ്മെൻറ്റ് കിട്ടി. എന്നാൽ പോലും അങ്ങനെ എനിക്ക് എന്തോ ഒരു ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കണം. ഇപ്പം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റല്ല. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് ഇച്ചിരി വൃത്തിയൊക്കെ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ബെറ്റർ ആക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഇത്രയും പൈസ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കാം, നിങ്ങളുടെ കംഫർട്ട് സോണിനനുസരിച്ച് നോക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ 100 രൂപയുടെ 10 സാധനം വാങ്ങിക്കുന്നതിനേക്കാളും 1000 രൂപയുടെ ഒരു നല്ല സാധനം വാങ്ങിക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. പിന്നെ എല്ലാവർക്കും എല്ലാ സാഹചര്യം ഓക്കെ ആവണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിൽ ചെയ്യാം. പിന്നെ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ നോക്കുന്നവർക്ക് ഞാൻ ഇതൊരു സജസ്റ്റ് ചെയ്യുകയാണ്. ബഡ്ഡിങ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് നല്ലൊരു പ്രോഡക്റ്റാണിത്. ഇതൊരു മറ്റേ പെയ്ഡോ അങ്ങനെ സാധനമൊന്നുമല്ല. എൻ്റെ ജെന്യുവിൻ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അത് ഫീൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓരോ സാധനങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഇത് ഇവിടെ തന്നെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാനുള്ള ഇതുകൊണ്ട് ആ പോർഷൻസിൽ ഞാൻ എന്തായാലും സെപ്പറേറ്റ് വീഡിയോസ് ആഡ് ചെയ്തേക്കാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചെങ്കിലും ഒരുപാട് പേരുടെ മനസ്സിലുള്ളതാണ് നല്ല ഓപ്ഷൻസ് ഏതാണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഒരു മൈക്ക് തപ്പി നടക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വളർന്നു വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ജെന്യുവിനായിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. പിന്നെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ പോലെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.